പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. സ്നേഹമുള്ളവരെ, സ്വർഗം ഭൂമിയെ സ്പർശിച്ച പുണ്യദിനത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാലോം ടി വിയിലൂടെ ദൈവം നമ്മോടുകൂടെ എന്ന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മൾ 14-ാം ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നാളിതുവരെ നമ്മൾ കേട്ട വചനവിചിന്തനങ്ങൾ, മനോഹരമായിട്ടുള്ള ചിന്തകൾ, ആരാധനകൾ, വചനപ്രഘോഷണങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരു പടി കൂടി ക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്മസിനെ കുറിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ അച്ഛൻ ഇന്നത്തെ വചന വിചിന്തനത്തെക്കുറിച്ച് പറയുവാൻ ഈ ഒരു തലക്കെട്ട് ഉപയോഗിക്കുകയാണ്. സഹനങ്ങളുടെ ഒരു പുൽക്കൂട്, സഹനങ്ങളുടെ ഒരു ബെത്ലേഹം പണിയുക എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കൊണ്ട് നമ്മോട് സഭ ആഹ്വാനം ചെയ്യുന്നത്. സഹനങ്ങളുടെ ഒരു പുൽക്കൂട് എന്ന് പറയുമ്പോൾ കനൽ കൊണ്ടൊരു സ്നാനം, അതാണ് ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുക. സഹനങ്ങൾ കൊണ്ട് നമുക്ക് പുൽക്കൂട് പണിയുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം യേശു പിറന്നു വീണ പുൽക്കൂടിന് സഹനങ്ങളുടെ കഥ പറയാനുണ്ട്. യേശു പിറന്നു വീണ പിള്ളക്കച്ചയ്ക്ക് സഹനത്തിൻ്റെ കഥ പറയാനുണ്ട്. യേശുവിനെ കണ്ട ആട്ടിടയർക്ക് സഹനങ്ങളുടെ കഥ പറയാനുണ്ട്. ഈ മണ്ണിൽ വചനം മാംസമായി മണ്ണിൽ അവതരിച്ച ഈശോയ്ക്ക് പറയാനുണ്ട് സഹനത്തിൻ്റെ കഥകൾ. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യൗസപിതാവിനും പറയാനുണ്ട് സഹനത്തിൻ്റെ അനേകം കഥകൾ. ജ്ഞാനികൾക്കും പറയാനുണ്ട് അനേകം സഹനത്തിൻ്റെ കഥകൾ. ബെത്ലേഹം മുഴുവനും സഹനത്താൽ പൊതിഞ്ഞ ഒരു ക്രിസ്മസ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സഹനങ്ങളുടെ ഒരു ബെത്ലേഹം പണിയുവാനായിട്ടുള്ള ഒരു ആഹ്വാനം നമുക്ക് മുറുകെ പിടിക്കാം. അങ്ങനെ ഒരു സഹനത്തിൻ്റെ പുൽക്കൂട് എപ്രകാരമാണ് നമുക്ക് പണിയുവാൻ സാധിക്കുക എന്നുള്ളത് പറയുമ്പോൾ, ഇന്നലകളിൽ ശോഭിച്ച നീ ഇന്നിൻ്റെ കാൽവരികൾ താണ്ടുന്നില്ല എങ്കിൽ ഓർക്കണം, നീ നടന്നു നീങ്ങിയ വഴിയിൽ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇന്നലകളിൽ ശോഭിച്ച നീ, ഇന്നലകളുടെ വേദികളിൽ പ്രശോഭിച്ച നീ ഇന്നിൻ്റെ കാൽവരി കാണുമ്പോൾ വിമുഖത കാണിക്കുന്നുണ്ട് എങ്കിൽ ഓർക്കണം, നീ നടന്നു നീങ്ങിയ വഴിയിൽ എപ്പോഴെങ്കിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയോ എന്ന്. അതുകൊണ്ട് തന്നെ കുതിരപ്പന്തയത്തിൽ നടന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കുന്ന കുതിരയെ അങ്ങേയറ്റം യജമാനൻ നോവിപ്പിക്കുകയല്ലേ? വേദനിക്കുന്ന കുതിരയുടെ ചിന്ത എന്തായിരിക്കും? എന്തിനാണ് എന്നെ ഇത്രമാത്രം തല്ലി നോവിപ്പിക്കുന്നത് എന്ന്, വേദനിപ്പിച്ചുകൊണ്ടല്ലേ എന്നെ ഓടിപ്പിക്കുന്നത് എന്ന് ആ കുതിര ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ മുകളിലിരിക്കുന്ന യജമാനന് ഒരേ ഒരു സ്വപ്നം മാത്രം, എൻ്റെ കുതിര വിജയത്തിലെത്തണം, എൻ്റെ കുതിര ജയിക്കണം, സന്തോഷിക്കണം എന്നുള്ളതാണ് യജമാനൻ്റെ ചിന്ത. സഹനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പോകുമ്പോൾ, സഹനങ്ങൾ കൊണ്ടൊരു ബെത്ലേഹം പണിയുമ്പോൾ ഓർക്കുക, സ്വർഗം മുഴുവനും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ വലിയൊരു തീർത്ഥാടനം മാത്രമാണ് ഈ സഹനങ്ങൾ കൊണ്ട് ഒരു ബെത്ലേഹം പണിയുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കൽ ഒരു വൈദികൻ ഒരു അപ്പൻ മക്കളോട് കാണിച്ച ഒരു കഥയെ പറ്റിയാണ്. അപ്പൻ 3 മൺകുടങ്ങളിൽ വെള്ളം ചൂടാക്കിയിട്ട് 3 ഭക്ഷണ വസ്തുക്കൾ അതിലേക്കിട്ടു. 1 ഉരുളക്കിഴങ്ങ്, 2 കോഴിമുട്ട,
3 കാപ്പിക്കുരു. നമുക്കറിയാം ഇത് 3ഉം തിളച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന്. മക്കളെ ചേർത്ത് നിർത്തിയിട്ട് ഈ അപ്പൻ അവരോട് പറയുക, കൂടുതൽ തിളച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ 3ലും സംഭവിച്ചത്? ഉരുളക്കിഴങ്ങ് കൂടുതൽ മാർദ്ദവമുള്ളതായി മാറി. ചിലരങ്ങനെയാണ്. ചില സഹനങ്ങൾ വന്നു കഴിയുമ്പോൾ അവശരായി മൃദുലതയോടുകൂടി ആയിത്തീരും. ഒന്നിനോടും പിന്നെ എതിരേൽക്കുവാനോ ഒന്നിനോടും ശക്തിയോടുകൂടി പടപൊരുതുവാനോ പിന്നീട് അവർക്ക് ശക്തിയില്ലാതെ അവസ്ഥയിലേക്ക്, മൃദുലമായൊരു അവസ്ഥയിലേക്ക് അവർ മാറിപ്പോകും. എന്നാൽ ചിലർ കോഴിമുട്ടകളെ പോലെയാണെന്ന് അപ്പൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കാരണം കൂടുതൽ നേരം ഒരു കോഴിമുട്ട തിളപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹാർഡായി കട്ടിയായിട്ട് അത് മാറും. ചിലരുടെ ഹൃദയം കട്ടിയായി മാറും സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ. എന്നാൽ അവസാനം പറയുകയാണ്, കാപ്പിക്കുരു അത് തിളച്ച വെള്ളത്തിൽ, അങ്ങേയറ്റം തിളച്ച വെള്ളത്തിലൂടെ കടന്നു പോയപ്പോൾ, സഹനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അതില്ലാതായി മാറി. പക്ഷേ ആ വെള്ളത്തിന് വലിയൊരു ശോഭ നൽകി, മനോഹരമായ ശോഭ നൽകിയിട്ടാണ് ആ കാപ്പിക്കുരു ഇല്ലാതെയായി മാറിയത്. ചില സഹനങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന്, ഇടവക ജനതയ്ക്ക്, ഈ പ്രദേശത്തിന് മുഴുവനും ശോഭ നൽകിക്കൊണ്ട് ചിലർ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യും. അതാണ് യഥാർത്ഥമായ സഹനങ്ങളുടെ പുൽക്കൂട് എന്ന് പറയുന്നത്. നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വളരെയധികം ശാന്തതയോടുകൂടി അതിനെ അവലംബിച്ചുകൊണ്ട് അതിനെതിരെ പിറുപിറുക്കുകയോ അതിനെതിരെ നമ്മൾ ഒരിക്കലും പരാതി പറയുകയോ അല്ല, മറിച്ച് അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ സഹനത്തിൻ്റെ തീച്ചുളയിൽ നിന്ന് കൃപയുടെ നീർച്ചാൽ ഒഴുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ബെത്ലഹേമിൻ്റെ പുൽക്കൂട് നമ്മൾ വാർത്തെടുക്കുക. അങ്ങനെയെങ്കിൽ ദൈവം ഏറ്റെടുത്ത സഹനങ്ങൾ എന്താണ്? ഉണ്ണിയേശു ഏറ്റെടുത്ത സഹനങ്ങൾ എന്താണ്? പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത സഹനങ്ങൾ എന്താണ്? വിശുദ്ധ യൗസേപ്പിതാവ് ഏറ്റെടുത്ത സഹനങ്ങൾ എന്താണ്? പുൽക്കൂട്ടിലെ ഓരോ വ്യക്തിയും ഏറ്റെടുത്ത സഹനങ്ങൾ എന്താണെന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ നന്നായിരിക്കും. എന്താണെന്ന് നോക്കിക്കേ. ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമല്ലേ? അവസാനം കുരിശെടുത്ത് അതിൽ കിടന്ന് മരിക്കേണ്ടി വരിക എന്ന് പറയുന്നതിനപ്പുറം മറ്റെന്ത് സഹനമാണുള്ളത് ഈ ലോകത്തിൽ? തൻ്റെ സ്വന്തം ജീവൻ പോലും വേണ്ട എന്ന് വയ്ക്കുവാൻ ദൈവം തീരുമാനിക്കുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു വലിയ ശോഭ, സ്നേഹത്തിൻ്റെ ശോഭ മറ്റുള്ളവരിൽ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സഹനങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. അതോടൊപ്പം പരിശുദ്ധ അമ്മ എത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്തു. ആ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ വലിയൊരു സഹനമല്ലേ, സ്വന്തമായി ഒരു വിവാഹം, സ്വന്തം ജീവിതത്തിൽ വലിയൊരു സ്വപ്നമെന്ന് പറയുന്നത് മക്കളുണ്ടാവുക, ഭർത്താവുണ്ടാവുക, വലിയ അലങ്കാരത്തോടുകൂടി തൻ്റെ വിവാഹം നടത്തുക, ഇതൊക്കെയല്ലേ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ. പക്ഷെ ആ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായി തീർന്നില്ലേ? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് സഹനങ്ങളുടെ പെരുമഴയല്ലേ? എപ്പോൾ നോക്കിയാലും സഹനത്തോടു കൂടിയായിരുന്നു പരിശുദ്ധ അമ്മ ജീവിച്ചത്. പരസ്യ ജീവിതകാലത്ത് അവസാനം കുരിശിലൂടെ കടന്നു പോയപ്പോഴെല്ലാം ആ അമ്മയുടെ കൺമുന്നിൽ കിടന്നുകൊണ്ടല്ലേ സ്വന്തം മകൻ മരിക്കുന്നത്. അവസാനം മകൻ പോയതിന് ശേഷവും പെന്തക്കോസ്ത നാളിൽ ആ അപ്പോസ്തലന്മാർ വിറയലോടെ കൂടി ആയിരുന്ന നിമിഷത്തിൽ പോലും അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, സഹിച്ചുകൊണ്ട്. അതാണ് സഹനത്തിൻ്റെ പെരുമഴയിലും ശോഭ പകർന്നുകൊണ്ട് ബെത്ലഹേമിലെ സഹനത്തിൻ്റെ ഒരു പുൽക്കൂട് പരിശുദ്ധ അമ്മ വാർത്തെടുത്തത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വിവാഹ സ്വപ്നങ്ങളെല്ലാം മാറ്റിമറിച്ചു. തൻ്റേതല്ലാത്ത ഒരു മകനെ വളർത്തേണ്ടി വരുന്നൊരവസ്ഥ, ആ ഒരു വിവാഹ ജീവിതത്തിലുള്ള സംതൃപ്തിയില്ലാതിരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുക, ഇങ്ങനെയുള്ള നീണ്ട നിരയായിരുന്നു സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ യൗസേപ്പിതാവ് നേരിട്ടത്. പക്ഷേ ഇന്ന് കുടുംബത്തിൻ്റെ പരിപാലകനായിട്ട് വിശുദ്ധ യൗസേപ്പിതാവ് അങ്ങേയറ്റം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാരണം ഈ സഹനങ്ങളെയെല്ലാം അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി ഈശോയ്ക്ക് വേണ്ടി സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ബെത്ലഹേമിൽ സഹനങ്ങളുടെ ഒരു പുൽത്തൊട്ടി പണിയുവാനായിട്ട് നമുക്ക് സാധിക്കുക. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഈ വർഷത്തെ ക്രിസ്മസിൽ കുറച്ച് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്നേഹത്തോടു കൂടി നമുക്കത് ഏറ്റെടുക്കാം. അവിടെയാണ് യഥാർത്ഥമായ ക്രിസ്മസ് ജനിക്കുക. ഒരിക്കൽ ഒരു
ധ്യാനഗുരു ഫാദർ വിൻസെൻ്റ് വാര്യത്ത് ഞങ്ങൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു കഥയുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. ഒരു ചിത്രശലഭം ഇങ്ങനെ പറന്ന് മുകളിലേക്ക് പോവുകയാണ്. ആ ചിത്രശലഭം വളരെ മനോഹരമായ ചിറകുകൾ കൊണ്ട് ഈ ഭൂമിയുടെ സൗന്ദര്യം പോലെ ഇങ്ങനെ പറന്നുയരുകയാണ്. അങ്ങനെ പറന്നുയരുമ്പോൾ താഴേക്ക് നോക്കി തൻ്റെ അമ്മ കൊക്കൂണിനെ കാണുകയാണ്. എത്ര വൈരൂപ്യം എൻ്റെ അമ്മയെ കാണുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രശലഭം ചോദിക്കുക, എങ്ങനെ നീ ഇത്ര വൈരൂപ്യമുള്ളവളായി മാറി? സ്വന്തം അമ്മയോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് മുമ്പിൽ കൊക്കൂൺ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും അധികം ഹൃദയത്തെ സ്പർശിക്കുന്നത്. യെസ്, ഐ മെയ്ഡ് മൈസെൽഫ് അഗ്ലി ബിക്കോസ് ഐ വാണ്ടഡ് യു ടു ബി ബ്യൂട്ടിഫുൾ. നീ സൗന്ദര്യമുള്ള വ്യക്തിയായി മാറുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വൃത്തിഹീനമാക്കി എന്നാണ് ആ കൊക്കൂൺ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ സഹനങ്ങളുടെ ഒരു ബെത്ലഹേം പണിയുമ്പോൾ, സഹനങ്ങളുടെ ഒരു പുൽത്തൊട്ടി നമ്മൾ വാർത്തെടുക്കുമ്പോൾ ഓർക്കുക, അതിനെല്ലാം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഐ വാണ്ട് യു ടു ബി ബ്യൂട്ടിഫുൾ. നീ സൗന്ദര്യമുള്ളതാകണം, നീ വിജയിക്കാൻ, നിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം. അതിനുവേണ്ടി ഞാൻ സ്വയം എരിയുവാൻ, ഇല്ലാതായിത്തീരുവാൻ, സഹനങ്ങളിലൂടെ കടന്നു പോകുവാൻ തയ്യാറാണെന്ന് പറയുന്ന എത്രയോ അമ്മമാരെ എനിക്കറിയാം. സ്വന്തം മക്കൾക്ക് വേണ്ടി കിഡ്നി ദാനം ചെയ്ത അമ്മമാർ. എന്തിനു വേണ്ടി? മക്കൾ വളരാൻ വേണ്ടി. എത്രയോ അപ്പന്മാർക്ക് വേണ്ടി മക്കൾ കരൾ കൊടുത്തിട്ടുണ്ട്. എത്രയോ പേര് ഇതുപോലെ സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്നുണ്ട്. കള്ളു കുടിച്ചു വരുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ സഹനം അങ്ങേയറ്റം തീച്ചുളിയിലൂടെ കടന്നു പോകുന്ന ഭാര്യമാരും അമ്മമാരും നമുക്കറിയാം. ഇതുപോലെ ജീവിതത്തിൽ മുഴുവൻ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു വലിയൊരു അധ്യായമാണ് ജോബിൻ്റെ പുസ്തകം. ജോബിൻ്റെ ജീവിതം ഒന്ന് കടമെടുത്ത് നോക്കിക്കേ, എത്രമാത്രം സഹനങ്ങളായിരുന്നു ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും കൂട്ടി വായിക്കുമ്പോൾ നമ്മളായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്തെങ്കിൽ എത്രമാത്രം നമ്മൾ ദൈവത്തിനെതിരെ പിറുപിറുക്കുമായിരുന്നു, എത്രമാത്രം നമ്മൾ ദൈവത്തെ പഴിക്കുമായിരുന്നു. പക്ഷേ ജോബ് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. സകലതും ദൈവം തന്നു, സകലതും ദൈവം തിരികെ എടുത്തു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഇങ്ങനെ പറയുവാൻ എത്ര പേർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ക്രിസ്മസ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഒരു സഹനമുണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുമോ? ഇതാണ് സഹനങ്ങളുടെ ബെത്ലഹേം, സഹനങ്ങളുടെ പുൽത്തൊട്ടി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു സഹനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിൻ്റെ കീഴെ 3 തരം വ്യക്തിത്വങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. ആരൊക്കെയാണ് ആ 3 തരം വ്യക്തിത്വങ്ങൾ? 1 സ്പെക്ടേറ്റേഴ്സ്, 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, 3 പാർട്ടിസിപ്പേറ്റേഴ്സ്. സ്പെക്ടേറ്റേഴ്സ് കാണികളുടെ ഒരു ശൃംഖലയായിരുന്നു കുരിശിൻ്റെ കീഴെ. കർത്താവ് കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് കാണാൻ ഒത്തിരി പേര് തടിച്ചുകൂടി. പിന്നെ കുറച്ച് പേരുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ, വിതരണക്കാർ, കർത്താവിന് കുരിശ് സമ്മാനിച്ചവർ, കുരിശ് കൊടുത്ത വിതരണക്കാർ. പക്ഷെ 3ാമതൊരു ഗണമുണ്ട്, അത് പാർട്ടിസിപ്പേറ്റേഴ്സ്, പങ്കുചേരുന്നവർ, ഈശോയുടെ വേദനയിൽ പങ്കുചേരുന്നവർ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, കാണിയാണോ, വിതരണക്കാരനാണോ, അതോ പങ്കുചേരാൻ വന്ന വ്യക്തിയാണോ? ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുവാൻ എനിക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു സഹനങ്ങളുടെ ഒരു പുൽക്കൂട് മെനയുവാൻ 5 കാര്യങ്ങൾ അച്ഛൻ പറയുവാൻ പോവുകയാണ്. എങ്ങനെ നമുക്ക് സഹനങ്ങളുടെ ഒരു ബെത്ലഹേം, ഒരു പുൽക്കൂട് പണിയുവാൻ എനിക്ക് സാധിക്കും? ഈ 5 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഈ ക്രിസ്മസ് ആഘോഷമാക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഈ 5 കാര്യങ്ങൾ ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. 1, നമ്മൾ ഓർക്കേണ്ടത് സഹനങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തും. സഹനങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തുമെന്നുള്ളതാണ് ആദ്യത്തെ അറിവും തിരിച്ചറിവും. ഓർക്കുക, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1-ാം തിരുവചനം. സാവൂൾ ഒരു പീഡകനായി അങ്ങേയറ്റം ക്രിസ്ത്യാനികൾക്കെതിരെ പടപൊരുതിയ നിമിഷത്തിൽ ഒരൊറ്റ മിന്നൽ ആകാശത്തു നിന്നുണ്ടാവുകയാണ്. ആ മിന്നലിൽ നിന്ന് എന്ത് സംഭവിച്ചു? താഴെ നിലംപതിച്ചു. നിലംപതിച്ച മാത്രയിൽ സാവൂളിന് തിരിച്ചറിവുണ്ടായി. തൻ്റെ ദൈവത്തെ അവൻ കണ്ടുമുട്ടി. അതാണ് യഥാർത്ഥമായിട്ടുള്ള സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവം. എവിടെയൊക്കെ സഹനമുണ്ടോ അവിടെയൊക്കെ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടും. ഒരു രോഗമുണ്ടാകട്ടെ,
ഒരു സഹനത്തിൻ്റെ നിമിഷമുണ്ടാകട്ടെ, ഒരു പരാജയമുണ്ടാകട്ടെ, ഒരു തകർച്ചയുണ്ടാകട്ടെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം വരുന്നൊരവസ്ഥ വരട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേര് നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരട്ടെ, എന്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ ഓർക്കുക, അവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തും. അതാണ് ആദ്യം ഓർത്തിരിക്കേണ്ട പാഠം. രണ്ടാമതായി പറയേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ല എങ്കിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുകയില്ല എന്ന തിരുവചനം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുകയില്ല. അഴിയുകയാണ് സഹനത്തിൻ്റെ അനുഭവം. ഈ അഴിയുന്ന അനുഭവം ഉണ്ടായാൽ മാത്രമാണ് ഉപരിനന്മയുണ്ടാവുകയുള്ളൂ എന്ന് ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമതായി നമ്മൾ ഈ സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള കാരണം, നമ്മുടെ ഉപരിനന്മയ്ക്കായി നമ്മുടെ സഹനങ്ങൾ കാരണമാകും. നമ്മളെ വളർത്തുവാനായി നമ്മുടെ ഈ ഒരു സഹനത്തിൻ്റെ നിമിഷങ്ങൾ കാരണമാകും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു ഈറ്റ് കൊമ്പിൽ 7 ദ്വാരങ്ങൾ ഉണ്ടാക്കിയാൽ അതൊരു ഓടക്കുഴലായി മാറുന്നത്. അതൊരു സഹനത്തിൻ്റെ നിമിഷമാണ്, പക്ഷേ മനോഹരമായ ഒരു ഓടക്കുഴലായി അത് മാറുകയല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എൻ്റെ ഉപരിനന്മയ്ക്കായിട്ടാണ് ഓരോ സഹനവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ആദ്യം എൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തും. 2, എൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ അതൊരു ഉപരിനന്മയ്ക്കായിട്ട് എന്നെ തയ്യാറെടുപ്പിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. 3, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്നുള്ള ആ വലിയ വിചിന്തനമാണ് ആ ഒരു ഭാഗം നമുക്ക് നൽകുന്നത്. അതിലെന്താണ് പറയുന്നത്? അതിൽ വെട്ടിമിനുക്കുന്ന ഒരു ഭാഗമുണ്ട്. മുന്തിരിച്ചെടികളെ വെട്ടിമിനുക്കുന്ന ഒരു ഭാഗം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെട്ടിമിനുക്കുന്നത്? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ, കൂടുതൽ കായ്കൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെട്ടിമിനുക്കുന്നത്. പ്രൂണിങ് പ്രോസസ്സ്. അങ്ങനെ ഒരു വെട്ടിമിനുക്കുന്നത് എപ്പോഴും വേദനയാണ്. മുന്തിരിച്ചെടിയെ സംബന്ധിച്ചിടത്തോളം മുന്തിരിച്ചെടിയുടെ ശാഖകളെ വെട്ടിമിനുക്കുന്നത് മുന്തിരിച്ചെടിക്ക് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു പാഠമാണ്, ഒരു നിമിഷമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വെട്ടിമിനുക്കുകൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷെ നമ്മളെല്ലാവരും പിറുപിറുക്കില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാതി പറയില്ലേ? ഒത്തിരി പഴിചാരില്ലേ? എന്തിനു വേണ്ടി? പക്ഷെ ഓർക്കുക, അതെല്ലാം നമ്മെ കൂടുതലായിട്ട് കായ്കൾ ഉണ്ടാക്കാൻ, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ടുള്ളതാണ്. 4, നമുക്ക് എപ്പോഴൊക്കെ സഹനമുണ്ടാകുമോ അവിടെയൊക്കെ മനക്കട്ടി വർദ്ധിക്കുമെന്നാണ് പറയുക. ഒരു പ്രാവശ്യം സഹനം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഒരു പ്രാവശ്യം പോലും സഹനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെ നമ്മുടെ മനസ്സിന് കട്ടിയുണ്ടാകും? നമ്മൾ ഓരോ പ്രാവശ്യവും സഹനത്തിൻ്റെ തീച്ചുളിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ധൈര്യം കിട്ടുന്നെന്നാണ് പറയുക. നമ്മുടെ മനസ്സ് കൂടുതൽ കട്ടിയുള്ളതായി മാറുമെന്നാണ് പറയുക. 5, ഒരു വിക്കേരിയസ് സഫറിങ് ആണ് ഓരോ സഹനവും. എന്താണ് വിക്കേരിയസ് സഫറിങ് എന്ന് പറഞ്ഞാൽ? ഒരു പകരക്കാരൻ്റെ സഹനം. ഒരു പകരക്കാരൻ്റെ സഹനം എന്ന് പറയുന്നത്, മകന് വേണ്ടി അമ്മ സഹനം ഏറ്റെടുക്കുക, അപ്പന് വേണ്ടി മക്കൾ സഹനം ഏറ്റെടുക്കുക, അമ്മയ്ക്ക് വേണ്ടി ഭർത്താവ് അപ്പൻ സഹനം ഏറ്റെടുക്കുക. ഇങ്ങനെ ഒരു സഹനം മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ഓർക്കുക, വിക്കേരിയസ് സഫറിങ്ങിലൂടെ അനേകം മനുഷ്യരാണ് ദൈവത്തോട് അടുത്ത് നിന്ന് ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു അനുഭവം ഈ അടുത്ത് ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു മകൾക്ക് ക്യാൻസർ വന്നപ്പോൾ കീമോ ചെയ്യുകയായിരുന്നു. മുടിയെല്ലാം കൊഴിഞ്ഞു പോയപ്പോൾ ആ വീട്ടിലെ എല്ലാവരും ഒരു തീരുമാനമെടുത്തു, അവൾക്ക് വേണ്ടി ഞങ്ങളും എല്ലാവരും മുടി വടിക്കുമെന്ന്. അങ്ങനെ അവളോടൊപ്പം എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അവൾക്ക് വേണ്ടി ഒരു സഹനം ഏറ്റെടുക്കുവാൻ അവർ തയ്യാറാവുകയാണ്. ഇങ്ങനെ മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സഹനം ഏറ്റെടുക്കുവാനായിട്ടുള്ളൊരു മനസ്സ് എപ്പോൾ എനിക്ക് ഉദിക്കുന്നുവോ അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്മസ് ജനിക്കുക. പ്രിയമുള്ളവരെ, ബെത്ലഹേം എന്ന് പറയുന്നത് നമ്മൾ വാർത്തെടുക്കേണ്ടത് സഹനങ്ങൾ കൊണ്ടാണ്. കാരണം പുൽക്കൂട് മുഴുവൻ സഹനങ്ങളുടെ പെരുമഴയാണ്. ഏതൊരു വ്യക്തിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ആ വ്യക്തി ഏറ്റെടുത്ത സഹനങ്ങളാണ് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഓർക്കുക, ദൈവം നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ തട്ടാന്മാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗോൾഡ് സ്മിത്ത് തട്ടാന്മാരെ പറ്റി പറയുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിലെ അനുഭവം ഞാൻ ഓർത്തുപോവുകയാണ്. ഞാനൊരു തട്ടാൻ്റെ കടയിൽ പോയിട്ടുണ്ട്. ഈ തട്ടാൻ ഈ നാടൻ പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ തട്ടാന്മാർ ചെറിയ ഓലകളിലൊക്കെ മേടഞ്ഞ ഒരു ചെറിയ ഒരു ഹട്ട് പോലെ
ഒരു കുടിൽ പോലെയുള്ള സ്ഥലത്തായിരിക്കും. അവരിങ്ങനെ ഈ സ്വർണ്ണം ഇങ്ങനെ അഗ്നിയിലിട്ട് അതിങ്ങനെ ഊതി കണ്ണിലൊരു ചെറിയ ലെൻസൊക്കെ വെച്ചിട്ട് നോക്കുന്ന ഒരു കാഴ്ചയുണ്ട്. മനോഹരമായൊരു കാഴ്ച. പക്ഷേ ഈ ഒരു കുടിലിൽ കുറേ പേര് പത്രം വായിക്കാൻ വരും, കുറേ പേര് സംസാരിക്കാൻ വരും, നാട്ടുവർത്താനം പറയാൻ ഒത്തിരി പേര് വരും. പക്ഷെ ഇത്രയും പേരിരുന്ന് ഇവിടെ സംസാരിക്കുമ്പോഴും ആ തട്ടാൻ്റെ ശ്രദ്ധ മുഴുവനും പോകുന്നത് സ്വർണത്തിലേക്കാണ്, ആ നിധിയിലേക്കാണ്, ആ പൊന്നിലേക്കാണ്. എന്തൊക്കെ കേട്ടാലും അവൻ്റെ കണ്ണുകൾ ഒരിക്കൽ പോലും ആ പൊന്നിൽ നിന്ന് മാറുകയില്ല. തീച്ചൂളയുടെ നടുവിൽ ആ പൊന്നിനെ പോലെയാണ് സഹനമേറ്റെടുക്കുന്ന ഓരോ വിശ്വാസിയും. നമ്മൾ അഗ്നികുണ്ഡത്തിലായിരിക്കും, പക്ഷെ ഓർക്കുക, ആ അഗ്നികുണ്ഡത്തിൻ്റെ നടുവിലും ദൈവം നമ്മളെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്, ദൈവം നമ്മളെ ഇങ്ങനെ കാത്തു നോക്കുകയാണ്. കാരണം ആ തീച്ചൂളയിലും യേശു നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു ദൈവം നമ്മോടുകൂടെ എന്ന ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ ഇന്നത്തെ ഈ ഒരു വചന വിചിന്തനത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കൊച്ചു കൊച്ചു സഹനങ്ങളുണ്ടാകും, തീർച്ചയായിട്ടും. ആ സഹനങ്ങളുണ്ടാകുമ്പോൾ എന്താണ് നാം ധ്യാനിക്കേണ്ടത്, എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ഒരിക്കലും പിറുപിറുക്കാതെ, പരാതി പറയാതെ, ആരെയും പഴിക്കാതെ, അതെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി എനിക്ക് ദൈവം തന്നൊരു അവസരമായിട്ട് അതിനെടുക്കുവാൻ എനിക്ക് സാധിക്കുമോ? നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ചിലപ്പോൾ രോഗികളായിരിക്കാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഒരു പക്ഷേ വീടില്ലാതെ വേദനിക്കുന്നവരായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ആകുലതകളുള്ളവരായിരിക്കാം, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാതെ പോയവരായിരിക്കാം, ജീവിതത്തിലെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മളെല്ലാവരും. പക്ഷേ ഈ സഹനത്തിൻ്റെ നടുവിലും എനിക്ക് ഉറക്കെ ബോധ്യത്തോടു കൂടി പറയുവാൻ സാധിക്കും, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എൻ്റെ ഈ കൊച്ചു സഹനം ഞാൻ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കും. ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തന്നൊരവസരമാണ്, എന്നെ വളർത്തുവാൻ വേണ്ടി ദൈവം തന്നൊരവസരമാണ്, എന്നെ കൂടുതൽ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ ദൈവം തന്ന അവസരമാണ്. അതുകൊണ്ടാണല്ലോ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞത്, എവ്രി സഫറിങ് ഈസ് എ കിസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ സഹനവും ഈശോയുടെ ചുടുചുംബനമാണ്. ഈശോ എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സഹനങ്ങളെ നമുക്ക് സ്നേഹിക്കാം. തീർച്ചയായിട്ടും മാനുഷികമായി അതൊത്തിരി ബുദ്ധിമുട്ടും ക്ലേശം നിറഞ്ഞതാണ്. എന്നാൽ ദൈവികമായിട്ട് നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതും ക്രിസ്മസിലേക്ക് അടുപ്പിക്കുന്നതും ഈ ചിന്തയാണ്. സഹനങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. ബെത്ലഹേം സഹനങ്ങളാൽ നിറഞ്ഞതായതുകൊണ്ട് നമ്മുടെ പുൽക്കൂടുകൾ സഹനങ്ങൾ കൊണ്ട് നിറയട്ടെ. സഹനങ്ങളാണ് ഈശോയ്ക്ക് ഏറ്റവും സ്വീകാര്യമായ സമ്മാനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു തുള്ളി ജലം വീണാൽ അലിഞ്ഞു പോയേക്കാവുന്ന ഈ ഗോതമ്പപ്പത്തിൽ ജലത്തിനു മീതെ നടന്നവനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ചെറുകാറ്റടിച്ചാൽ നിലത്ത് വീണുപോയേക്കാവുന്ന ഈ ഗോതമ്പപ്പത്തിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ നിത്യം പരിപാലിക്കുകയും സ്നേഹിക്കുകയും ആ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യനാഥ്, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയുടെ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിറവിത്തിരുനാളിന് വേണ്ട യോഗ്യതയോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഞങ്ങളുടെ ഉള്ളും പുറവും അങ്ങ് ശുദ്ധീകരിക്കണമേ. സഹനങ്ങളുടെ ഒരു ബെത്ലഹേം, സഹനങ്ങൾ കൊണ്ട് ഒരു പുൽക്കൂട് നിർമ്മിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ കൊണ്ടാണല്ലോ ഈ ക്രിസ്മസ് വേളയിൽ ഒരു പുൽത്തൊട്ടി ഞങ്ങൾ നിർമ്മിക്കേണ്ടത്. ആ സഹനങ്ങളുടെ പെരുമഴയിൽ ഞങ്ങൾ മെനഞ്ഞെടുക്കുന്ന പുൽത്തൊട്ടിയിലാണല്ലോ അങ്ങ് ജനിക്കുവാൻ, ഞങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ ആഗതനാകുന്നത്. ദൈവമേ, അനന്തമായ അങ്ങയുടെ സ്നേഹത്തിനും അനന്തമായ അങ്ങയുടെ ഇടപെടലിനും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപപങ്കിലമായ ജീവിതം, ബലഹീനതകളാൽ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതം ഈ ആരാധനയുടെ നിമിഷത്തിൽ ഞങ്ങൾ അങ്ങയുടെ കഥാന്തികത്തിൽ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങളെ സ്പർശിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കരുണക്കടലിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് കഴുകണമേ. ഒരു നവീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരണമേ. ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങേക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഞങ്ങളിൽ എന്നും വസിക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ജനിക്കുവാനായി ഞങ്ങളിതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈശോയെ, നീ ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ ആരാധനയുടെ മണിക്കൂറിൽ കരുണയോടുകൂടി ഞങ്ങൾ യാചിക്കുകയാണ്. സഹനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എത്രയോ തവണകളാണ് അങ്ങേക്കെതിരായി ഞങ്ങൾ പിറുപിറുത്തു പോയിട്ടുള്ളത്. എത്രയോ തവണകളാണ് ഞങ്ങൾ വിശ്വാസത്തിനെതിരെ നിന്ന് പോയിട്ടുള്ളത്. എത്രയോ തവണകളാണ് അങ്ങയുടെ സാന്നിധ്യത്തിനെതിരെ സംസാരിച്ചു പോയത്.
ആ നിമിഷങ്ങൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഈശോയെ, സഹനങ്ങൾ അങ്ങയുടെ കൃപകളുടെ നീർച്ചാൽ ഒഴുക്കുവാൻ തക്ക വിധമുള്ള അവസരങ്ങളാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ ആ അവസരങ്ങളെ ഓർത്ത് വിലപിച്ചതിനെ ഓർത്ത്, ആ അവസരങ്ങളെ ഓർത്ത് പെറുപെറുത്ത് പരാതിപ്പെട്ടതിനെ ഓർത്ത് ഈശോയെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ യാചിക്കുന്നു. കരുണതൻ വാതിൽ നീയല്ലയോ, കരുണ കാട്ടും നീതിയും യേശുവല്ലയോ. 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 അപ്പോസ്തലന്മാരുടെ നടപടി 9-ാം അധ്യായം 1-ാം തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മേൽ ആകാശത്തിലെ ഒരു മിന്നൽ വരികയും നിലം പതിക്കുകയും ചെയ്ത സാവൂളിനെ ഞങ്ങൾ ഓർക്കുന്നു. വലിയൊരു സഹനത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കണ്ണു കാണാത്ത വിധം തൻ്റെ ജീവിതത്തിൽ വേദനകൾ കുമിഞ്ഞുകൂടിയപ്പോൾ ഒരു കണ്ടുമുട്ടലിൻ്റെ, ഒരു വെളിപ്പെടുത്തലിൻ്റെ മാധുര്യം അവൻ ശ്രവിച്ചു. ദൈവത്തിൻ്റെ സ്വരം. ഈശോയെ നിലംപതിക്കുന്ന നിമിഷങ്ങളിലെല്ലാം, തകർച്ചയുടെ നിമിഷങ്ങളിലെല്ലാം, രോഗങ്ങളുടെ നടുവിലെല്ലാം അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ, അങ്ങേക്ക് വേണ്ടി കാതോർക്കാതെ പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം ഓർത്ത്, നല്ലവനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നീ കരുണ ചൊരിയണമേ. കരുണതൻ വാതിൽ നീയല്ലയോ, കരുണ കാട്ടും നീതിയും യേശുവല്ലയോ. കരുണതൻ വാതിൽ നീയല്ലയോ, കരുണ കാട്ടും നീതിയും യേശുവല്ലയോ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നുവെന്ന് അങ്ങ് അരുൾ ചെയ്തുവല്ലോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഈ ആദ്യഭാഗത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. വെട്ടിമിനുക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, കൂടുതൽ കായ്കൾ ഉണ്ടാകുവാൻ, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ അങ്ങ് വെട്ടിമിനുപ്പെടുത്തുന്ന മുന്തിരിച്ചെടിയുടെ കഥ. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടാകുമ്പോൾ അങ്ങെൻ്റെ ഉപരി നന്മയ്ക്കായി വെട്ടിമിനുക്കുന്നതാണെന്നുള്ള ചിന്ത ഞാൻ മറന്നു പോകാറുണ്ട്. ആ തകർച്ചയുടെ നിമിഷങ്ങളിലും സഹനത്തിലും നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യാശയില്ലാതെ വ്യാപരിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങിൽ പ്രതീക്ഷയർപ്പിക്കാതെ കടന്നുപോയ ആ നിമിഷങ്ങളെ ഓർത്ത് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ. കരുണതൻ വാതിൽ നീയല്ലയോ, കരുണ കാട്ടും നീതിയും യേശുവല്ലയോ. കരുണതൻ വാതിൽ നീയല്ലയോ, കരുണ കാട്ടും നീതിയും യേശുവല്ലയോ.
ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുകയില്ല എന്നരുൾ ചെയ്ത ഈശോനാഥ, ഗോതമ്പ് മണിയെ പോലെ നിലത്ത് വീണഴിയുന്ന നിമിഷങ്ങളുണ്ടായപ്പോഴെല്ലാം അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ആ നിമിഷങ്ങളെല്ലാം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ശിക്ഷകളാണെന്ന് പറഞ്ഞ് അങ്ങേക്കെതിരെ പരാതിപ്പെട്ടു പോയി. എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ ഉണ്ടായപ്പോൾ, മനുഷ്യർ എന്നെ തിരസ്കരിച്ചപ്പോൾ, ഞാൻ ഏറ്റെടുത്ത എല്ലാ ഉദ്യമങ്ങളും ഉത്തരവാദിത്തങ്ങളും പരാജയപ്പെട്ടു പോയപ്പോൾ, ഞാൻ സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നവരിലേക്കെല്ലാം നന്മയും സ്നേഹവും ചൊരിയുവാൻ എനിക്ക് കഴിയാതെ പോയ നിമിഷങ്ങൾ ഉണ്ടായപ്പോൾ, ഈശോയെ, അതെന്നിലെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനാണെന്ന് തിരിച്ചറിയാതെ പോയ ആ നിമിഷങ്ങളെ ഓർത്ത് ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണ തോന്നിയണമേ. കരുണതൻ വാതിൽ നീയല്ലയോ, കരുണ കാട്ടും നീതി യേശുവല്ലയോ. കരുണ തൻ വാതിൽ നീയല്ലയോ, കരുണ കാട്ടും നീതിയും യേശുവല്ലയോ. കനലുകൊണ്ടുള്ളൊരു സ്നാനമാണല്ലോ നീ ഞങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ഉരുകി ഉരുകി വിശുദ്ധീകരിക്കപ്പെടണമെന്നാണല്ലോ നീ ഞങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ഓരോ സഹനവും കൃപകളുടെ ഒരു നിധിയാണ് ഞങ്ങൾക്ക് നൽകുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. ഈശോയെ, ഈ ആരാധനയുടെ മണിക്കൂറിൽ അങ്ങ് എന്താണ് ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ വിലപ്പെട്ട സന്ദേശത്തിന് വേണ്ടി ഞങ്ങൾ കാതോർക്കുകയാണ്. അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ബെഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധനാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിലൊഴിച്ചു. അവിടെയുണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു, ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന്? ഇത് 300-ലധികം ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ സ്വൈരമായി വിടുക, എന്തിനിവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. നല്ലവനായ ഈശോയെ, അങ്ങയുടെ ശിരസിലേക്ക് തൈലത്തിൻ്റെ അഭിഷേകം ചെയ്ത ആ ബെഥാനിയയിലെ സ്ത്രീയുടെ മഹോന്നതമായ കർമ്മം ഞങ്ങളിപ്പോൾ ധ്യാനിക്കുന്നു. തൈലത്താൽ അഭിഷേകം ചെയ്യുവാൻ ഏറ്റവും വിലപിടിപ്പുള്ള തൈലം തന്നെയാണല്ലോ അവൾ കരുതി വെച്ചത്. അങ്ങയോടുള്ള വലിയ സ്നേഹമാണല്ലോ ആ തൈലാഭിഷേകത്തിലൂടെ അവൾ വെളിപ്പെടുത്തിയത്. ഈശോയെ, അങ്ങേ തൈലം കൊണ്ട് അഭിഷേചിക്കുവാൻ എൻ്റെ ജീവിതമാകുന്ന ഈ വലിയ സുഗന്ധ തൈലം അങ്ങയോട് ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ,
അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ജീവൻ തന്നെയാണ്. ഈ ജീവിതം ഞാൻ അങ്ങയോട് ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, കനിവാർന്ന് സ്വീകരിക്കണമേ. ഈ അഭിഷേക തൈലം മൂലം ആ സ്ത്രീക്ക് ഈശോയുടെ ഹൃദയത്തിൽ ഇടം തേടാൻ സാധ്യമായതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഇടം നേടുവാൻ അനുഗ്രഹിക്കണമേ. ഗായക സംഘത്തോടൊപ്പം ഞങ്ങൾ ഈശോയെ ഈ നിമിഷം ഗാനമാലപിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വന്നാലും ആത്മാവേ, പാവനാത്മാവേ, തന്നാലും അരൂപി സ്വർഗാരൂപി. വന്നാലും ആത്മാവേ, പാവനാത്മാവേ, തന്നാലും അരൂപി സ്വർഗാരൂപി. വിജ്ഞാനത്തിൻ ആത്മാവേ വരണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരണമേ. വിജ്ഞാനത്തിൻ ആത്മാവേ വരണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ ഹൃദയത്തിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ ഹൃദയത്തിൽ പറന്നിറങ്ങണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ തമ്പുരാനെ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അഭിലാഷങ്ങൾ അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ ഓർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരവധിയായിട്ടുള്ള അൽമായ ശുശ്രൂഷകരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സഹനത്തിൻ്റെ തീച്ചുളയുടെ നടുവിലും അങ്ങയുടെ കരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ, എന്നും ആ സഹനത്തിൽ അങ്ങയെ കാണുവാനുള്ള കൃപ അങ്ങ് ഒരുക്കണമേ. ഈശോയെ, ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തെ നവീകരിക്കുവാനും ഞങ്ങളുടെ കുടുംബ ജീവിതം മുഴുവനും അങ്ങേക്കൊരു സമ്മാനമായി ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ തിരികെ നൽകുവാനും അനുഗ്രഹിക്കുമാറാകണമേ. ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് യാചിക്കാം. ഈശോയെ, സഹനങ്ങളോടൊപ്പം നീയും ഞങ്ങളിലേക്ക് ഇറങ്ങി വരണം. സഹനങ്ങളിൽ പതറാതിരിക്കുവാൻ, സഹനങ്ങളിൽ തളരാതിരിക്കുവാൻ ഞങ്ങളുടെ കരങ്ങളെ മുറുകെ പിടിക്കണമേ. എന്നും നീ ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ഇപ്പോൾ ആശീർവദിക്കണമേ. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ.
ചൊരിയൂ കൃപ ചൊരിയൂ ദൈവമേ ദൈവ കൃപ ചൊരിയൂ യേശുവിൻ കൃപ ചൊരിയൂ ആത്മാവിൻ കൃപ ചൊരിയൂ യേശുവിൻ കൃപ ചൊരിയൂ ആത്മാവിൻ കൃപ ചൊരിയൂ ആത്മാവിൻ കൃപ ചൊരിയൂ ആത്മാവിൻ കൃപ ചൊരിയൂ പുൽക്കൊടിയാമന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും